ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് ഷീല കുര്യൻ രംഗത്ത്. പരാതി പറയാനെത്തിയ തന്നോട് മധുബാബു വളരെ മോശമായി പെരുമാറി. മധുബാബു പോലീസ് സേനയിലെ വില്ലനാണ്. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പ്രതികൾക്കൊപ്പം നിന്നുവെന്നും ഷീല കുര്യൻ 24നോട് പറഞ്ഞു. ഞാൻ എന്തോ തെറ്റ് ചെയ്ത രീതിയിൽ എവിടെ തെളിവ്? വാട്സപ്പ് കോളിൽ വിളിച്ചതിന് എനിക്ക് തെളിവ് കൊടുക്കാനില്ല. പിന്നെ ഒരു സ്ത്രീയും തന്നെ പിഴച്ചവളെന്ന് ഒരാൾ വിളിച്ചു എന്ന് വെറുതെ പോലും തമാശയ്ക്ക് പോലും പറയില്ല എന്നൊരു ബോധം ഇയാൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഇയാൾ വളരെ അപമര്യാദയായിട്ടാണ് എന്നോടന്ന് സംസാരിച്ചതും പെരുമാറിയതും. എന്നിട്ട് അവർ ഈ പ്രതിയായി ആരോപിക്കപ്പെട്ടെന്ന് ആ നൗഷാദിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് അനുകൂലമായി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായി എൻ്റെ മുന്നിൽ വെച്ച് റിപ്പോർട്ട് എഴുതുകയാണ്. അതായത് ഞാൻ അവർക്കൊപ്പമാണ്, ഞാൻ നിങ്ങൾക്കൊപ്പമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ FB പോസ്റ്റിൽ എഴുതിയതുപോലെ ഒരു റിയൽ വേർഷനാണ് തുടരും സിനിമയിലെ ജോർജ് സാറിന്. ചില സിനിമകളിൽ കാണുന്ന വില്ലന്റെ അതേ മുഖമാണ് എനിക്കന്ന് തോന്നിയത്. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അശ്വിൻ, ഈ മധുബാബുവിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണല്ലോ. എന്താണ് ഷീല കുര്യൻ എന്ന നിർമ്മാതാവിന് ഉണ്ടായ അനുഭവം? GK കഴിഞ്ഞ 4 വർഷം മുമ്പ് തൻ്റെ ഒരു സുഹൃത്തായ ആൾക്ക് വേണ്ടി അവർ സ്വർണം പണയം വെച്ച് കുറച്ച് പണം നൽകിയിരുന്നു. ആ പണം 4 വർഷത്തിന് ശേഷവും തിരികെ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംസാരങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല. പിന്നീടാണ് നിർമ്മാതാവ് ഷീല കുര്യൻ ഇതൊരു പരാതിയായി പോലീസിലേക്ക് നൽകുന്നത്. എറണാകുളത്താണ് പരാതി നൽകിയത്. സംഭവം നടന്നത് ആലപ്പുഴയിലായതുകൊണ്ട് തന്നെ ആലപ്പുഴ DYSPയുടെ കീഴിലേക്ക് കേസ് മാറ്റുകയും ചെയ്തു. ആലപ്പുഴ DYSP ആയിരുന്ന മധുബാബുവിൻ്റെ അടുത്തേക്ക് കേസുമായി ചെന്നപ്പോൾ ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ് ഷീല കുര്യൻ്റെ പരാതി. ഈ സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഫോൺ വിളിക്കുമ്പോൾ തന്നെ മോശം വാക്ക് വിളിച്ച ഒരു സ്ത്രീക്കെതിരെ മറ്റൊരു പരാതി കൂടി കൊടുത്തിരുന്നു. അത് ഈ പണം വാങ്ങിയ ആളുടെ ഭാര്യയാണ്. ഇവരെ വിളിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മധുബാബു സ്വീകരിച്ചത് എന്നുള്ളതാണ് ഷീല കുര്യൻ്റെ പരാതി. ഒപ്പം അന്ന് DYSP ഓഫീസിൽ വെച്ച് വളരെ അപമര്യാദയെ പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളെല്ലാം ഈ മധുബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് താൻ വളരെ മാനസിക ബുദ്ധിമുട്ടിലാണ്, ഡിപ്രഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഈ മധുബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. റിയൽ ലൈഫിലെ ജോർജ് സാറാണ് ഈ മധുബാബു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം സിനിമയിലെ വില്ലന്മാരെ പോലെ ഇയാൾ പെരുമാറുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വിവിധ കോണുകളിൽ നിന്ന് മധുബാബുവിനെതിരെ പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിർമ്മാതാവ് ഷീല കുര്യൻ കൂടി ഗുരുതരമായ ആരോപണം മധുബാബുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതെല്ലാം ആരൊക്കെയോ സമ്മർദ്ദം ചൊലുത്തി തനിക്കെതിരായ പരാതിക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. നമ്മൾ ഷീല കുര്യനോട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. എന്തെങ്കിലും സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ ഫെബ്രുവരിയിൽ നടന്ന കാര്യം ഇപ്പോൾ പറയുന്നത് എന്ന ചോദ്യത്തിന് അവർ മറുപടിയായി പറഞ്ഞത് തനിക്ക് നേരിട്ട അനുഭവം അത് ഇപ്പോൾ പറയുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ തൻ്റെ പിന്നിൽ ആരുമില്ല എന്നുള്ള കാര്യം ഷീല കുര്യൻ പറയുന്നുണ്ട്. ഏതറ്റം വരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും ഷീല കുര്യൻ തയ്യാറാണ്. എന്തായാലും മധുബാബുവിൽ നിന്ന് നേരിട്ട അനുഭവം തുറന്നു പറയുമ്പോൾ അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലും നിറകണ്ണുകളോടെയാണ് ഷീല കുര്യൻ തൻ്റെ ദുരനുഭവം, മധുബാബുവിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞത്. GK. ശരി, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.